ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒന്നും എടുത്തോണക്ക് പറയാനായിട്ട് പറ്റത്തില്ല. വലിയ സന്തോഷമുള്ള വിഷയങ്ങളൊന്നും ഇല്ല പറയാനായിട്ട്. 2 ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. എടുത്തു വെച്ച വീഡിയോസായിരുന്നു നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വീഡിയോസൊന്നും നമുക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നില്ലായിരുന്നു. ഡോറയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയിനൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൈക്കും കാലിനൊക്കെ വേദനയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഇച്ചിരി പാടിലാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം പറയാം. നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ വീഡിയോ കണ്ടാൽ മതി. അല്ലാതെ ഒരാളെ നമ്മൾ പിടിച്ചിരുത്തി നമ്മുടെ വീഡിയോ പിന്നെ കുറ്റം പറയാനും നെഗറ്റീവ് പറയാനും കണ്ടുപിടിക്കാനും വേദനിപ്പിക്കാനുമായിട്ട് ഇറങ്ങിയവരാണെങ്കിൽ കമന്റ് ഇട്ടോളുക. അല്ല, കമന്റ് ആര് വേണേലും ഇട്ടോട്ടെ. ഞാൻ കമന്റ് ആര് വേണേലും ഇട്ടോളാം ഞാൻ പറയും. പക്ഷെ ഒരു കാര്യം, അതിനൊരു സ്റ്റാൻഡേർഡ് വേണം, ഒരു കൾച്ചർ വേണം. ഈ കമന്റ് ഇടുക എന്ന് പറയുന്നത് ആൾക്കാരുടെ പെരുമാറ്റമോ കാര്യങ്ങളോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അവരുടെ പ്രവർത്തികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അത് ആരോഗ്യപരമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളാണ്. അതിന് കൾച്ചർ എന്ന് പറയും. നമ്മൾ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അവർ പഠിച്ചു വരുന്ന സംസ്കാരത്തിൻ്റെ ആവും ഓരോ രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളും വരുന്നത്. കൾച്ചർ തീരെ തീണ്ടിയിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും ഒരിക്കലും ആളുകൾക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളും ഇടുന്നത്. ഇപ്പം അത് അത്രേ പറയാൻ പറ്റുള്ളൂ. കൾച്ചറില്ലായ്മ, വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ പഠിപ്പിക്കുന്നതിൻ്റെ ദാരിദ്ര്യം, അതാണ് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, കുറച്ച് കാര്യങ്ങളല്ലാതെ പറയണം തോന്നിയതുകൊണ്ടാണ്. റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിടിച്ച മോനെ, നമ്മുടെ കുഞ്ഞിൻ്റെ അസുഖമൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഡോറയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ സ്ഥിരം വീഡിയോസിലെല്ലാം നിങ്ങളുടെ അടുത്തെല്ലാം ഷെയർ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. എന്താ മോനെ? അപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് വിശേഷങ്ങളൊക്കെ പറയണ്ടേ? നോക്കി അപ്പോൾ നമ്മൾ മുൻപ് നെഗറ്റീവ് കമൻറ്റിനെ റിയാക്ട് ചെയ്തായിരുന്നു ലാസ്റ്റായിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ടെന്ന്. നമ്മൾ വിചാരിച്ച് നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കാനും മറുപടി പറയാനൊന്നും നമ്മളിനി പോകണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത്. ഒന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ഞങ്ങൾ ഇരുന്നത്. പക്ഷേ നമ്മൾ മുൻപ് ഇട്ടിരുന്നല്ലോ, നമ്മുടെ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടെന്നും. അതായത് നമ്മുടെ റാണിയൊക്കെ അല്ലാതെ ഒരു ഐഡിയ നമുക്ക് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു. അത് കുറച്ച് നാളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്ന ദിവസം. പിന്നെ ഡോറയ്ക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ കുറേ ടെൻഷനും വിഷമമൊക്കെ ഞങ്ങളുണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സൗകര്യത്തിൽ ജീവിക്കാനോ നമ്മുടെ ആർഭാടം കാണിക്കാനൊന്നും അല്ലായിരുന്നു നമ്മൾ സഹായം ചോദിച്ചത്. സഹായം ചോദിച്ചതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഈ കുഞ്ഞിനും ഇവക്കും വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ചികിത്സയ്ക്കുള്ള പൈസ ഇല്ലാണ്ടായപ്പോഴാണ് നമ്മൾ സഹായം ചോദിച്ചത്. സഹായിക്കാൻ കഴിവുള്ളവരൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞത്. ഒരുപാട് പേര് സഹായിച്ചു. അത് എരന്ന് തിന്നതായിട്ട് കണക്കാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണക്കാക്കാം, ദാരിദ്ര്യം പറഞ്ഞ് തിന്നതായിട്ട് കണക്കാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണക്കാക്കാം. അത് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്ന ഓരോരുത്തരുടെ രീതി അനുസരിച്ചിരിക്കും. അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ കുഞ്ഞ്, അതായത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്, നമ്മൾ ഓരോ ദിവസവും കഷ്ടപ്പെട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഉറങ്ങാതെ കാത്തിരുന്ന് ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങളുടെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തിലും ഇന്നലെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ ഉള്ളൂ. ഇന്നലെ പോയിട്ട് വന്നപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കുറേ പേരെ ഇന്നലെ ഞാൻ പരിചയപ്പെട്ടു. അതിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയും മോനും കൂടെ വെള്ളങ്ങണി പോകുമായിരുന്നു, ട്രെയിനകത്ത് വെച്ച് കണ്ട്. ചേച്ചിയുടെ പേര് ഷൈനി എന്നാണ്. മോൻ്റെ പേര് എന്താണെന്ന് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. മറന്നതാണോ അതിൻ്റെ പേര് ചോദിച്ചു കാണും, എനിക്ക് ഓർമ്മയില്ലാത്തതായിരിക്കും. മറവി ഇത്തിരി കൂടുതലാണല്ലോ. അപ്പോൾ ആ ചേച്ചിയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ആ ചേച്ചി ഞാൻ ഇന്നലെ നോമ്പൊക്കെ പിടിച്ചിട്ടാണ് പോയിരുന്നത്. പിന്നെ മോനെ ഒരുപാട് നേരം രാവിലെ തൊട്ട് വൈകിട്ട് വരെയും കുഞ്ഞിനെ ഞാനല്ലേ എടുത്തോണ്ടിരുന്നത്. ആരും ഇല്ലായിരുന്നു കൂടെ, ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂടെ ആരും പോകാത്തോണ്ട് മടുത്ത്. ഇവൻ പഴയതുപോലെ അല്ലല്ലോ, ഇതുപോലെ കളിക്കുക ഇറങ്ങി പോകാനൊക്കെ ഭയങ്കര വഴക്കായിരുന്നു. ഓരോ തവണ ഫോൺ വിളിക്കുമ്പോഴും പറയുമായിരുന്നു, പണ്ടത്തോരല്ലടി പണ്ടത്തോരല്ലെന്ന്. അപ്പോൾ ഇന്നലെ വെച്ചാൽ ഞാൻ കുഴഞ്ഞു. തിരിച്ച് വരുന്ന സമയത്ത് ട്രെയിനിൽ വെള്ളങ്ങണി എക്സ്പ്രസ്സിലാണ് തിരിച്ചു വന്നത്. അപ്പോൾ വരുന്ന സമയത്ത് നല്ല രീതിയിൽ കുഴഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് നടുവേന എടുത്തു, നെഞ്ചുവേനയൊക്കെ എടുക്കാൻ തുടങ്ങിയായിരുന്നു. കുറേ നേരം മോനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ.
അപ്പോൾ ഷൈനി എന്ന് പറയുന്ന ആ ചേച്ചി മോനെ ഉറങ്ങിക്കിടക്കും എൻ്റെ കയ്യിൽ. അപ്പം ആ ചേച്ചി എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആദ്യം പറഞ്ഞു മോനെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മോനെ ആരുടെയും കൈ പോവില്ല. രണ്ടാമെന്ന് വെച്ചാൽ ഉറങ്ങിയിരിക്കും. അപ്പം നമ്മൾ കൈമാറി കൊടുത്താൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീനാണ് പുള്ളിക്കാരൻ. നമ്മുടെ വീട്ടിൽ വെച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് എനിക്ക് ചേച്ചിയുടെ കയ്യിലോട്ട് കൊടുക്കാൻ പേടിയായിരുന്നു. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ചേച്ചി പിന്നെ രണ്ടാമത് വന്ന് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ആ ഒരു സമയത്ത് ഒരു ആശ്വാസമായിരുന്നു. ആരെങ്കിലും ഒന്ന് കുഞ്ഞിനെ എടുത്ത് പിടിച്ചാൽ അത്രയും നല്ലതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ആ ചേച്ചി എടുത്തു. പിന്നെ ഞാൻ കുറേ ചേട്ടന്മാരെ പരിചയപ്പെട്ടു അന്ന് ഇന്നലെ തന്നെ. അപ്പം നമ്മൾ ഇന്നലെ പോയിട്ട് നമുക്ക് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റില്ല. നമ്മൾ ഏകദേശം ഒരു 1:45 മണി വരെ അവിടെ ഇരുന്നു. പിന്നെ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ട്രെയിൻ എനിക്ക് മിസ്സാവും. പിന്നെ മോനുമായിട്ട് വരാൻ നടക്കത്തില്ല. നമുക്ക് അവിടുന്ന് ബസ്സിലാണെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്യണം ബസ്സിൽ വരാനാണെങ്കിൽ. പിന്നെ ട്രെയിനും കൂടെ മിസ്സാവും എന്നുള്ളതുകൊണ്ട് പിന്നെ ഇന്നലെ കാണിക്കാൻ പറ്റില്ല. ഇനി ഈ വരുന്ന വെള്ളിയാഴ്ച വേണം കുഞ്ഞുമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട്. നമുക്ക് കാറിൽ നേരത്തെ പോലെ പോയി കാണിക്കാനായിട്ടുള്ള പൈസയൊക്കെ നമുക്കിപ്പം പരിമിതമാണ്. നമ്മുടെ ചിലവൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അത്യാവശ്യം നല്ല ചിലവും കാര്യങ്ങളും നമുക്കുള്ളത് കൊണ്ട് നമുക്ക് പരിമിതപ്പെടുത്തിയാണ് നമ്മൾ പൈസ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാറിലൊന്നും പോവാതെ ട്രെയിനിൽ തന്നെ റിസ്ക് എടുത്ത് പോയത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം പറയാം. ഞാൻ ഇന്ന് എൻ്റെ സർക്കിൾ ഓഫീസിലും അതുപോലെ തന്നെ അവൾ കണ്ടുപിടിച്ച് ഇന്ന് ഞാനങ്ങനെ സർക്കിൾ ഓഫീസിലും അതുപോലെ തന്നെ സൈബർ സെല്ലിലും ഞാൻ ഇന്ന് ഒരു കേസ് ഫയൽ ചെയ്തു. നോക്കിക്കോണേ. കേസ് ഫയൽ ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു വൈറൽസ് കഫേസ് എന്ന് പറയുന്നൊരു യൂട്യൂബ് അതായത് ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് കുറച്ച് നാളായിട്ട് അവർ നമുക്ക് റോങ് ആയിട്ട് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. റോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പറയുന്നത് നിൻ്റെ സന്താനം ചത്തുപോവും, നിൻ്റെ സന്താനം അധികം നാൾ കാണത്തില്ല, കണ്ടറിയാൻ ഞാൻ പറയുന്ന സത്യമാണ്. ഇത് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കുറച്ച് നാളായിട്ട് നമുക്ക് വരുന്നുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞതിന് പ്രകാരം ഞാൻ റിയാക്ട് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. ഇത്രയും നാളും റിയാക്ട് ചെയ്തില്ല. ഏകദേശം ഒരു 3 മാസത്തോളമായില്ലേ, 3 മാസത്തിന് മേളിലായി ഞാൻ നമുക്ക് ഈ രീതിയിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത്. ഞങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കുമായിരുന്നു. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മറുപടി കൊടുക്കും എന്നുള്ളതല്ലാതെ എന്തെങ്കിലും റോങ് ആയിട്ട് എനിക്ക് കുഞ്ഞിനെ ഇവിടെ പറയുമ്പോഴാണ് എനിക്ക് കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ അധികമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഇടുമ്പം ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് കമൻ്റ് ഇട്ട് തിരിച്ച് അതുപോലെ കമൻ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ പുള്ളിക്കാരി ഇന്നലെ മൊത്തം പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ. ഇന്നലെ നമ്മുടെ ഡോറാബുജി ചാനലല്ല, കേരള ബ്രദേഴ്സ് എന്നുള്ള നമ്മുടെ ചാനൽ, നമ്മുടെ എന്താ പറയുന്നത് ഡോറാബുജിയിൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കേരള ബ്രദേഴ്സ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മളാണെങ്കിൽ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് വന്ന കമൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് കല്യാണം നടത്താൻ ഭയങ്കര ഒരു താല്പര്യമുണ്ടല്ലോ. അപ്പം നമ്മുടെ ആ കല്യാണത്തിൻ്റെ താല്പര്യം, അതായത് ഗോൾഡൊന്നും വാങ്ങിക്കാൻ നമുക്ക് നിവർത്തിയില്ല, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മളെന്ത് വെച്ചാൽ ഒരു 400 രൂപയ്ക്ക് എന്താ പറയുന്നത് ഒരു ഇയർ ചെയിൻ്റെ വേറൊരു ടൈപ്പ്, പിന്നെ ഒരു ചെറിയൊരു നെക്ലെസ്, ഒരു മാല, എല്ലാം കൂടെ കമ്മൽ, അങ്ങനെ എല്ലാം കൂടെ ഒരു 400 രൂപയ്ക്ക് നമ്മൾ മേടിച്ചു. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കല്യാണ പെണ്ണായിട്ട് നമുക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കല്യാണ പെണ്ണായിട്ട് ഒരുക്കിയില്ല, നമുക്ക് അതിങ്ങനെ താല്പര്യമുണ്ട്, നമുക്ക് കല്യാണവും നടത്താൻ പറ്റിയില്ല, അപ്പം അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരുങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്ന കമൻറ്റാണ്, നമ്മുടെ കുഞ്ഞ് മരിക്കും, നമ്മുടെ കുഞ്ഞ്, നിൻ്റെ സന്താനം തീരുന്നത് നീ നിൻ്റെ കണ്ണുകൊണ്ട് കാണും, നീ നിൻ്റെ ചങ്ക് പൊട്ടി നീ കരയും. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന കമൻറ്റുകൾ, ഈ വൈറൽസ് കഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ വഴി റിയാക്ട് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുക. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാം. ഏറ്റവും പിന്നീട് ആ കമൻറ്റ് ഡിലീറ്റ് ആക്കുന്നു. ഇത് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് അങ്ങേറ്റം എൻ്റെ കൺട്രോൾ പോകുന്ന അവസ്ഥ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അത് ഞാൻ പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിന്നെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറേ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ആരായാലും ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും, കണ്ടുപിടിച്ച് വീട്ടിൽ വന്ന് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ഞാൻ സമൂഹത്തിന് മുൻപിൽ കൊണ്ടുവന്നിരിക്കും ഞാൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള ആൾക്കാർ ജനങ്ങൾ തിരിച്ചറിയണം, അതുകൊണ്ട് നിങ്ങളെ ഞാൻ സമൂഹത്തിന് മുൻപിൽ കൊണ്ടുവരും, എങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പം ഒരു ഭീഷണി. ഞാൻ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വെച്ചേക്കത്തില്ല, എൻ്റെ കുടുംബം വിറ്റാൽ പോലും അവർ ഉണ്ടാക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ഞാൻ ഊരിപ്പോകത്തില്ല എന്ന്. അതുപോലുള്ള പ്രശ്നം എനിക്ക് അവരുണ്ടാക്കും. എൻ്റെ കുടുംബം
വിറ്റാൽ പോലും അവരുണ്ടാക്കുന്ന പ്രശ്നത്തിൽ നിന്ന് എനിക്ക് ഊരിപ്പോരാൻ പറ്റത്തില്ല, അതുപോലെ പ്രശ്നം എനിക്ക് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഉള്ള എല്ലാ കമൻറ്റുകളും ഈ ഇത്രയും നാൾ ഇട്ട കമൻറ്റുകളെല്ലാം ഞാൻ സ്ക്രീൻഷോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും കൊണ്ട് ഞാനാണെങ്കിൽ നാളെ സൈബർ സെല്ലിലും അതുപോലെ തന്നെ സർക്കിൾ ഓഫീസിലും പോകും, കൊല്ലത്ത് സർക്കിൾ ഓഫീസിലും ഞാൻ പോകും. അതിനുശേഷം അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പ്രൈവറ്റായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് സൈബർ വഴി അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് അതാരാണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗ്ഗങ്ങൾ നമുക്കിപ്പോൾ നാട്ടിലുണ്ട്. അങ്ങനെയെങ്കിലും പോയി ഞാൻ കണ്ടെത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്കിട്ട കമൻറ്റുകൾ ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി ഓടിക്കളഞ്ഞു. പെണ്ണാണ്, പക്ഷേ ഇവളെയൊന്നും പെണ്ണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പെണ്ണായിട്ടുള്ളൊരു വർഗ്ഗത്തിൽ ഒരിക്കലും കൂട്ടാൻ പറ്റത്തില്ല. കാരണം ഒരു വയസ്സ് പോലും തികയാത്ത എൻ്റെ കുഞ്ഞിനെ അവർ 7-ാം മാസത്തിൽ, എൻ്റെ കുഞ്ഞിൻ്റെ 7-ാം മാസത്തിൽ 7-ാം മാസത്തിൽ 6-ാം മാസത്തിൽ തുടങ്ങിയതാണ്. എൻ്റെ കുഞ്ഞ് മരിക്കും എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഈ സ്ത്രീ ഇടുന്ന കമൻറ്റായത്. അന്ന് തൊട്ട് എൻ്റെ കുഞ്ഞിൻ്റെ 6 മാസം 7 മാസം ഉള്ളപ്പോൾ തൊട്ട് ഈ സ്ത്രീ ഈ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. റാണിയക്കയ്ക്ക് പിന്നെയും കുറച്ചുകൂടെ സംസ്കാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. റാണിയൊക്കെ ഒറ്റ തവണയെ പറഞ്ഞോളൂ. അത് അവർക്കെതിരെ ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് എനിക്കൊന്ന് ആ പുള്ളിക്കാരി ചിലപ്പോൾ ആ ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കാം പറഞ്ഞത്, എന്തോ അറിയില്ല. എന്തായാലും പുള്ളിക്കാരി ഒറ്റ തവണയെ പറഞ്ഞോളൂ ഇങ്ങനൊരു കാര്യം. പക്ഷേ ഈ വൈറൽസ് കഫേസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഈ സ്ത്രീ എന്ന് ഞാൻ പറയുന്നില്ല, ഈ പിശാശ് എൻ്റെ കുഞ്ഞിനെ ഈ 6 മാസം 7 മാസം കൊണ്ട് ഈ വൃത്തികെട്ടവൾ എൻ്റെ കുഞ്ഞും മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഇത്രയും നാളുകൊണ്ട് നമ്മളിത് കേട്ട് സത്യം പറഞ്ഞാൽ ഇത് കേസ് കൊടുക്കണം എന്നൊന്നും വിചാരിച്ചല്ല, ഒന്നും വേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ റിയാക്ട് ചെയ്യാതെ മാറിയിരുന്നേ. പക്ഷേ ഇന്നലെയെന്ന് വെച്ചാൽ ഇന്നലത്തെ എൻ്റെ അവസ്ഥയൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ടെൻഷൻ അടിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. ഞങ്ങളുടെ എന്നുവെച്ചാൽ എന്തായി എങ്ങനെയായി എന്നറിയാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനിൽ ഇരിക്കുകയാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയാണിത്, നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നൊരു വ്യക്തിയാണിത്. നമ്മുടെ വീഡിയോസിൽ ഇത് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. കാരണം നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഓരോ പോയിൻറ്റും ഇവർ കമൻറ്റായിട്ട് ഇടാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഇവർ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുന്നൊരു സ്ത്രീയാണ്. പക്ഷേ ആ സ്ത്രീ ഇടുന്ന കമൻറ്റ്, സ്ത്രീയല്ല പിശാശ് ഇടുന്ന കമൻറ്റാണ് ഇത്. എൻ്റെ ഇത്രയും ഒരു വയസ്സ് പോലും തികയാത്ത എൻ്റെ കുഞ്ഞിനെയും കുറിച്ച് ഇടുന്ന കമൻറ്റാണ്. പിന്നെ ഇവളെക്കുറിച്ച് ഇടുന്നുണ്ട്, അത് പിന്നെ പോട്ടെ നിൽക്കുക. ഇവൾ പിന്നെ ഇച്ചിരി കൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്താ പറയുന്നത്, കുറച്ചുകൂടെ കുഴപ്പമില്ല, പ്രായമുള്ളൊരു വ്യക്തിയാണ്, കുഴപ്പമില്ല പറയാനോട്ട്. എന്നെയും പറഞ്ഞോട്ടെ, എനിക്കും സന്തോഷമുള്ള. എന്നെയും പറയാറുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, എന്നെ നല്ല എന്നെയും പറയാറുണ്ട്. പക്ഷേ ഇവളെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ മറുപടി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കൊള്ളാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് നമ്മുടെ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചിടുന്നത്. ആ സ്ത്രീ മനഃപൂർവ്വം വലിച്ചിടുന്നത് പോലെ എനിക്ക് തോന്നി. നമ്മുടെ ഇവിടെ കറണ്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ എമർജൻസി ഒക്കെ കത്തിച്ച് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ സഹി കെട്ട് നമ്മുടെ നില വിട്ടപ്പം നമ്മളെന്തായാലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ നോക്കട്ടെ, അവരെ കൊണ്ട് പറ്റുമില്ല എന്നുള്ളത് അവർ നോക്കട്ടെ. ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മുടെ സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ളതും സർക്കാർ നോക്കട്ടെ. പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് പ്രൈവറ്റായിട്ട് പോയിട്ടാണെങ്കിലും എനിക്ക് ഈ വ്യക്തിയെ എന്തായാലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. കാരണം അത്രയ്ക്കും ഞങ്ങളെ ടോർച്ചർ ചെയ്ത് ഞാനൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവത്തില്ല. എൻ്റെ കുഞ്ഞിന് സുഖമായോ ഇല്ലയോ, എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇമാതിരി കമൻ്റ് ഇടുമ്പം ഒരിക്കലും ഇത് ക്ഷമിച്ചു കൊടുക്കാനും സഹിക്കാനും പറ്റത്തില്ല. അതുമല്ല ഒന്നുമില്ലാത്തൊരു കുഞ്ഞിനെക്കുറിച്ച് ഈ ഇമാതിരി വർത്താനം പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള പിശാശ് എന്തായാലും എവിടെ ഉണ്ടെങ്കിലും അത് ആരാണെന്നുള്ളത് അറിയണം. എനിക്ക് മാത്രമല്ല, ഇത് നാട്ടുകാരും അറിയണം. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു കുഞ്ഞ് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ എത്രത്തോളം വലിയ സൈക്കോകളാണ്. ഈ സൈക്കോളുടെ ഇടയ്ക്ക് ജീവിക്കുന്ന അവരുടെ ബന്ധുക്കളായിക്കോട്ടെ, അവരുടെ കുടുംബക്കാരായിക്കോട്ടെ, അയൽക്കാരായിക്കോട്ടെ, ഒരിക്കലും വിശ്വസിച്ച് ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അവസരം കിട്ടിക്കഴിഞ്ഞാൽ നാളെ സമയത്ത് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഈ വൈരാഗ്യം തോന്നുന്നവരെ കൊല്ലാനോ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ കൊല്ലാനോ മടിക്കാത്തൊരു വ്യക്തിയായത്. കാരണം ഇത്രയും പിഞ്ചു കുഞ്ഞിനെ ഈ മാതിരി കൊല്ലണം അല്ലെങ്കിൽ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരിക്കലും മാനസിക നില ശരിയായിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കത്തില്ല. ഒരു സൈക്കോ തന്നെയാണ്, ഒരു ക്രിമിനലാണ്, ഒരു മാനസിക രോഗിയായിരിക്കും. അപ്പോൾ അതിനെന്തായാലും നമ്മുടെ നാട്ടിൽ ജനങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് എങ്ങനെയൊക്കെ ആയാലും കഷ്ടപ്പെട്ടിട്ടായാലും ഏത് രീതിയിൽ പോയിട്ടായാലും ഈ വ്യക്തിയെ ഞാൻ എന്തായാലും കണ്ടെത്തി ഈ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരും. അത് ഉറപ്പാണ്, അതിലൊരു മാറ്റം എന്തായാലും ഇല്ല.
ഏത് രീതിയിലെങ്കിലും കൊണ്ടുവരും. ഈ ചാനൽ എന്തായാലും നടത്തുന്നുണ്ടല്ലോ, ആ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം പലരുടെയും വീഡിയോസ് എടുത്തിട്ടേക്കുന്നത്. സ്വന്തമായിട്ടൊന്നും ഇടാൻ കഴിവില്ലാത്തൊരു വ്യക്തി, ആ വ്യക്തിയാണ് ഞങ്ങളെ വന്ന് ഈ ആക്ഷേപിക്കുകയും എൻ്റെ കുഞ്ഞിനെ ഇത്രയും പറയുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട എന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മളെ പറയുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞിനെ പറയുമ്പോൾ നമ്മൾ എത്ര റിയാക്ട് ചെയ്യണ്ടെന്ന് വെച്ചാലും നമ്മൾ മാതാപിതാക്കളല്ലേ, നമ്മൾ റിയാക്ട് ചെയ്തു പോകും. എല്ലാവരും പറയും കണ്ടില്ല എന്ന് വെച്ചാൽ മതി, കേട്ടില്ല എന്ന് കരുതിയാൽ മതി, നിങ്ങൾ മൈൻഡ് ആക്കണ്ടെന്നൊക്കെ. പക്ഷെ ഒരു 3-4 മാസമായിട്ട് ഞങ്ങളിത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മൈൻഡ് ചെയ്യാതെ വിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ വിടുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മളെ കയറി അടിച്ചു താഴ്ത്താനാണ് നോക്കുന്നത്. എന്തെല്ലാം അനാവശ്യമാണ് ഞങ്ങളെ പറയുന്നറിയോ, പറയുന്ന അനാവശ്യങ്ങൾക്ക് കൈയും കണക്കുമില്ല. എന്തായാലും മുഖത്ത് നോക്കി പറയട്ടെ, അത്രയ്ക്ക് ധൈര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഈ പറഞ്ഞ അനാവശ്യങ്ങളെല്ലാം ഒന്ന് പറയട്ടെ. അതുപോലെ തന്നെ എൻ്റെ മുഖത്ത് നോക്കി പറയട്ടെ, അവർ എൻ്റെ കുഞ്ഞ് മരിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളത് എൻ്റെ മുഖത്ത് നോക്കി അവരൊന്ന് പറയട്ടെ. എനിക്കതൊന്ന് കേൾക്കണം, എൻ്റെ മുഖത്ത് നോക്കി അവർ പറയുന്നത് എനിക്കൊന്ന് കേൾക്കണം. ഞാൻ അതിനെന്തായാലും കണ്ടുപിടിക്കും. അതിന് ആ ഒരു വാക്ക് എനിക്ക് കേൾക്കണം. അവരെന്തായാലും ഇത്രയും കമൻറ്റ് ഇട്ട് പറയുന്നുണ്ടല്ലോ, അവരെൻ്റെ മുഖത്ത് നോക്കി പറയട്ടെ എൻ്റെ കുഞ്ഞ് മരിക്കുന്ന കാണാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെന്ന്. അതെനിക്കൊന്ന് കേൾക്കണം. എന്തായാലും കാത്തിരുന്നോ വൈറൽ സ്കഫേസ്. എത്ര നാൾ കഴിഞ്ഞിട്ടായാലും, 1 കൊല്ലം കഴിഞ്ഞാലും 2 കൊല്ലം കഴിഞ്ഞിട്ടായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ നിസ്സാരമായിട്ട് ഈ ഒരു സംഭവത്തെ ഞാൻ വിടത്തില്ല. എന്തായാലും ഏത് വിധേനയായാലും നീ പറഞ്ഞ കണക്ക് എൻ്റെ കുടുംബം വിറ്റിട്ടാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും, അത് ഉറപ്പാണ്. ഒരു മാറ്റമില്ല അതിൽ. അപ്പോൾ അത്രേ ഉള്ളൂ കൂട്ടുകാരെ. നമുക്ക് വിശേഷം പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കുഞ്ഞിനെ ഒരു കാര്യം നമ്മളൊന്ന് അറിയിക്കാനും പറയാനും വേണ്ട. ഇപ്പോൾ നമുക്ക് വയ്യ, ഇച്ചാനും വയ്യ, എനിക്കിന്ന് രാവിലെ തൊട്ട് കാലിന് ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ ഉള്ളൂ. എനിക്ക് ഇന്നലെ മോനെയും കൊണ്ടുപോയിട്ട് ഇന്നലെ വന്ന ആ സമയം തൊട്ട് എനിക്ക് നെഞ്ചുവേദനയാണ്. എനിക്ക് മോനെ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഇവളെ എടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും ഞാൻ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു എല്ലാവരും. എനിക്ക് തീരെ വയ്യ. എന്നിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ രാവിലെ എത്ര മണിക്കാണ് ഞാൻ പോയത്? 7-8 മണിക്കാണ് പോയത്. ഞാൻ രാവിലെ പോയി. എനിക്ക് അത്രയ്ക്കും വയ്യ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ വന്നതിന് ശേഷം പിന്നെ വീണ്ടും അടുക്കളയിൽ കയറി പാചകമെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ എത്ര മണിയായി? 7-8 മണി അങ്ങോട്ടായി. ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ഫ്രീ ആയത്. അത് അന്നേരം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ഞാൻ ഈ ഹോസ്പിറ്റലെല്ലാം പോയി സ്റ്റേഷനിലും എല്ലാം പോയിട്ടാണ് ഞാൻ വന്നത്. കൊടുക്കേണ്ടടുത്തെല്ലാം കൊടുത്തിട്ടാണ് വന്നത്. അല്ലാതെ ശരിയാവത്തില്ല. നമ്മൾ കളി തമാശയായിട്ട് വിട്ടപ്പോൾ ഉണ്ടല്ലോ, മൈൻഡ് ചെയ്യാതെ വിട്ടപ്പോൾ നമ്മളെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ച് മുന്നേറുക. പിടിച്ച മോനെ, ചൂടെടുക്കുന്നു കുഞ്ഞിന്. അപ്പോൾ അത്രേ ഉള്ളൂ വിശേഷങ്ങൾ. എന്തായാലും വെള്ളിയാഴ്ച എന്തായാലും കുഞ്ഞിനെ കൊണ്ടുപോകണം. അപ്പം അറിയാം കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ നില എന്തുവാണെന്നുള്ളത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമുക്കറിയാം. സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട്. ആ ഷൈനി എന്ന് പറഞ്ഞ ചേച്ചിയൊക്കെ പറഞ്ഞതാണ്, സ്ഥിരമായിട്ട് മോനെ ഞാൻ വീഡിയോ കാണും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ വേളങ്ങണ്ണി പള്ളിയിലാണ് പോകുന്നത്, ഞാൻ പ്രാർത്ഥിക്കുക, ഒന്നും വരത്തില്ല, ടെൻഷൻ ആവേണ്ടെന്ന് കുറേ തവണ പറഞ്ഞ. ആ ചേച്ചി മാത്രമല്ല, ആ ചേച്ചിയുടെ കൂടെ അല്ല, ആ ട്രെയിനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടൊരു 4 ചേട്ടന്മാരുണ്ട്. അവരും വേളങ്ങണ്ണി പള്ളിയിലാണ് പോയത്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് നല്ല രീതിയിലാണ് പെരുമാറുക. ഒരുപാട് സന്തോഷം. ഷിബു എന്നോ കണ്ടാന്ന് തോന്നുന്നു ആ ചേട്ടൻ്റെ പേര്. ഞാൻ പേര് മറന്നു. ഷാജി എന്ന് അങ്ങനെ ഉണ്ടാകുന്നു തോന്നുന്നു. നമ്പർ മേടിച്ചു, പക്ഷേ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത വീഡിയോ ആയിട്ട് വരാവേ. ബൈ.